മക്കാബയരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 10 വരെ തിരുവചനങ്ങൾ. ബരക്കുമാർ. അവൻ്റെ അന്ത്യവും അപമാനപരമായിരുന്നു. അവൻ വീണ്ടും അമ്മോന്യ ദേശത്തേക്ക് ഓടിപ്പോയി. അവൻ്റെ അന്ത്യം അത്യന്തം ദുരിതപൂർണവും കൈപ്പേറിയതുമായിരുന്നു. അറബികളുടെ അർത്ത രാജാവ് അവനെ ബന്ധനസ്ഥനാക്കി. അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് നഗരം തോറും പലായനം ചെയ്തുകൊണ്ടിരുന്നു. ന്യായപ്രമാണ ലംഘകൻ എന്നുള്ള നിലയിൽ അവൻ സർവരാലും പീഡിതനും നിഷിദ്ധനുമായി തീർന്നു. തൻ്റെ നഗരത്തെയും ജനത്തെയും ഒറ്റിക്കൊടുത്ത് അവനെ അവർ ശപിച്ചു. അപമാനിതനായി അവൻ ഈജിപ്തിലേക്ക് ഓടിപ്പോയി. വീട്ടിൽ നിന്നും ചപ്പുചവറ് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നത് പോലെ അവൻ്റെ നാട്ടിൽ നിന്നും അവൻ വലിച്ചെറിയപ്പെട്ടു. അന്യദേശത്ത് ലക്കദമോന എന്ന സ്ഥലത്ത് അവൻ മരിച്ചു. എന്തെന്നാൽ അവൻ്റെ സ്വന്തക്കാരുടെ സംരക്ഷണയിൽ കഴിയുന്നതിന് അവൻ അവിടെ എത്തിയതായിരുന്നു. അവൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുവാൻ അവന് ഭാഗ്യമുണ്ടായില്ല. അവനെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുവാൻ ആരുമുണ്ടായില്ല. മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു സ്ഥലവും അവന് കിട്ടിയില്ല. സർവശക്തനായ ദൈവമേ, ശത്രുക്കളെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് പ്രതികാരം ചെയ്യാതിരിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.